പിന്നെ ഒരുപാട് കുഴികളുണ്ട് അവിടെ. ഷോർട്ട് കട്ട്സോ അങ്ങനെയൊന്നുമില്ല, ഇത് ഒറ്റ കട്ടേ ഉള്ളൂ, ഈ കട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല എവറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റീജിയൻ കുംബു ഐസ്ഫോൾ റീജിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ലാഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ പൊസിഷൻ മാറും ഈ ഐസിൻ്റെ. അപ്പോൾ ഈ ലാഡർ വെച്ച് കറക്റ്റ് ആയിരിക്കത്തില്ല, അതിൽ വീഴും ചിലരൊക്കെ. ഈ ലാഡർ ഫിക്സ് ചെയ്യാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് ഐസ്ഫോൾ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഐസ്ഫോൾ ഡോക്ടർമാർ അവിടെ കാണും. അപ്പോൾ ഇവരിങ്ങനെ ലാഡർ ഫിക്സ് ചെയ്ത ലാഡർ റീഅലൈൻ ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആയിരിക്കത്തില്ല തിരിച്ചു വരുന്നത്, ഒരാൾ പോകുന്ന വഴി ആയിരിക്കത്തില്ല മറ്റേ ആൾ പോകുന്നത്. കാരണം ഈ ഐസ് കോൺസ്റ്റൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം. അപ്പോൾ ഈ ഒരു 10, 30, 40 ലാഡർ ക്രോസ് ചെയ്യണം. ചിലപ്പം ഒരു 7 അടി 8 അടി അങ്ങോട്ട് പൊക്കമുള്ള ലാഡറാണ്, ഞാൻ 6 അടിയാണ്, 8 അടി പൊക്കമുള്ള ലാഡറാണ്. അപ്പോൾ അങ്ങനെ വലിയ കുഴിയാണെങ്കിൽ 3, 4 ലാഡറൊക്കെ കൂട്ടിക്കെട്ടിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലാഡറിൻ്റെ ഒക്കെ നടുക്കെത്തുമ്പോൾ ഒരു കുലുക്കം കുലുക്കും. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര അഗാധമായ ഗർത്തമാണ്, അതിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പം മെൻ്റലി നമ്മൾ ഭയങ്കര ഫിറ്റായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലല്ലേ നമുക്ക് മെൻ്റലി ഫിറ്റ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫിസിക്കലി ഫിറ്റല്ല, കാരണം എനിക്ക് ഈ കുംബു കഫ് പിടിച്ചു, ഞാൻ ചുമച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ സപ്ലിമെൻ്ററി ഓക്സിജൻ വെച്ചിട്ടുമില്ല. ഒരു 7000 മീറ്ററൊക്കെ ആയാലും നമ്മൾ സപ്ലിമെൻ്ററി ഓക്സിജൻ എടുക്കത്തുള്ളൂ. താഴെ നിന്ന് സപ്ലിമെൻ്ററി ഓക്സിജൻ എടുക്കാം, അതിന് ഒരുപാട് പൈസ കൊടുക്കണം കമ്പനിക്ക്. നമ്മൾ ഒരു മിനിമം പാക്കേജാണ് എടുത്തിരിക്കുന്നത്, ഇത്ര 6 സിലിണ്ടർ 7 സിലിണ്ടർ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓക്സിജൻ സിലിണ്ടറും ഇല്ല, ചുമയും ബാധിച്ചിരിക്കുകയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷനോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ കൊണ്ട് നടക്കേണ്ടത് 17 മണിക്കൂർ കൊണ്ടാണ് നമ്മളവിടെ നടന്നെത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ക്ലൈമറ്റിക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ 8 മണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്തായിരിക്കും യാത്ര ചെയ്യുന്നത്, എന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണം. കാരണം ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെതർ പെട്ടെന്ന് മോശമാവും. മൗണ്ടൻസിലെ പ്രത്യേകതയാണ് അത്. ഒരു 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ തണുപ്പും കൂടും. അപ്പോൾ ഞാൻ ഈ ഓവർ ടൈം എടുക്കുന്നതോട് കൊണ്ട് തന്നെ എൻ്റെ കാലാവസ്ഥ മാറിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റാതായി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഷെർപ്പ ദൂരെ പോയി നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരനെ കാണാൻ പറ്റാതായി, കാരണം വിസിബിലിറ്റി പോയി. അപ്പം അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഈ കുംബു ഐസ്ഫോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വിസിബിലിറ്റി പോയിട്ട് ഞാൻ വല്ലാത്ത വേറൊരു വണ്ടർലാൻഡിൽ പോയിട്ട് ഞാൻ പെട്ടുപോയി. കാരണം നമുക്ക് ഫ്രണ്ടിലുള്ള ആൾക്കാരെ കാണത്തില്ല, ഒരു കയർ നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ കയർ പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ കയർ ചിലയിടത്ത് നിന്ന് തീരും, എന്നിട്ട് പുതിയ കയർ തുടങ്ങുന്ന അപ്പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് അറിയത്ത് പോലുമില്ല എവിടെയാണ് പോകേണ്ടത്, നമ്മുടെ റൂട്ട് ഏതാണ്, ഇനിയുള്ളത് കുഴിയാണോ കൊക്കയാണോ ഒന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് ക്രോസ് ചെയ്തിട്ടാണ് ക്യാമ്പ് 1 ക്യാമ്പ് 1 ഫസ്റ്റ് ടൈമിലെത്തി. ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പോൾ ഭയങ്കര ക്ഷീണിതരായി, നമ്മളെല്ലാവരും ഭയങ്കര ക്ഷീണിതരായി. ക്യാമ്പ് 1 ഉണ്ടായൊരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൻറ്റിനകത്താണ് നമ്മൾ കിടക്കുന്നത്. ടെൻറ്റിനൊരു ചെറിയ ചരിവുണ്ട്. അപ്പം നമ്മൾ യൂറിനൊക്കെ രാത്രി പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങിപ്പോകണം. നമ്മൾ കാലിലൊക്കെ വലിയ ബൂട്ട്സൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. മഞ്ഞല്ല, ഐസാണ്. ഐസ് ഇടാതെ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ കാല് ഫ്രോസ്റ്റ് ബൈറ്റായി മുറിച്ച് കളയേണ്ട അവസ്ഥ വരും. നമ്മൾ രാത്രി യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡ്രസ്സ് ഇതെല്ലാം ധരിക്കണം. വലിയ പാടാണ്. നമ്മൾ 7-8 ലെയർ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം മാക്സിമം ആൾക്കാരും ലെയറിങ് ഊരാതെ കിടക്കും, ഷൂ മാത്രം ചിലപ്പോൾ ഊരിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് പി ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബോട്ടിലുണ്ട്. അത് നമ്മൾ നമ്മുടെ ടെൻറ്റിനകത്ത് തന്നെ വെച്ചിരിക്കും. ടെൻറ്റിൽ ഒറ്റയ്ക്കല്ല, വേറൊരാളൂടെ കാണും. അപ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ ബോട്ടിലെടുത്ത് പാസ് ചെയ്തിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത്. നമ്മുടെ ടെൻറ്റിനകത്ത് അധികം സ്ഥലം കാണത്തില്ല, ചെറിയ ടെൻറ്റ്. അപ്പം മിക്കവാറും യൂറിൻ പാസ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഈ ക്യാമ്പ് 1 യൂറിൻ പാസ് ചെയ്ത് അടച്ചു വെക്കാൻ വേണ്ടി തിരിച്ചപ്പോഴത്തേന് എൻ്റെ ബോട്ടിൽ കമന്നിട്ട് എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് മുഴുവൻ യൂറിനായി. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി എനിക്ക് സ്ലീപ്പിംഗ് ബാഗിനകത്താണ് കിടന്ന് ഉറങ്ങേണ്ടത്. നമ്മുടെ കയ്യിൽ ഇത് ഒപ്പിയെടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലതാനും. നമ്മുടെ ഇരിക്കുന്നതൊക്കെ കൂടുതലും വാട്ടർ പ്രൂഫ് സാധനങ്ങളാണ്. ഈ സ്ലീപ്പിംഗ് ബാഗിനകത്തുള്ളത് ഭയങ്കര പഞ്ഞിയാണ്. പഞ്ഞിയല്ല, അതിന് ഡക്ക് ഫെദർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും -40 വരെയുള്ള തണുപ്പ് അതിനകത്ത് താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡക്ക് ഫെദറിനകത്ത് നമ്മുടെ യൂറിൻ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് ചരിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചരിവുണ്ട്, യൂറിനെല്ലാം കൂടെ എൻ്റെ കാലിൻ്റെ ഭാഗത്ത് പോയിട്ട് എന്താ പറയുക കെട്ടിക്കിടന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളും എൻ്റെ സോക്സും എൻ്റെ തലയിലിടുന്ന വൂളിൻ്റെ സാധനം എല്ലാം വെച്ച് എൻ്റെ യൂറിനെല്ലാം, തൊട്ടപ്പുറത്തൊരു നേപ്പാളി കിടന്ന് ഉറങ്ങുന്നുണ്ട്, അയാൾ ഉണർത്താൻ പാടില്ല, ഇതെല്ലാം ഞാൻ ഒപ്പിയെടുത്ത് പിഴിഞ്ഞ് ആ രാത്രി ഇട്ടു. ഇതെല്ലാം ഭയങ്കര വെറ്റായി. എന്നിട്ട് ഈ വെറ്റായിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗിനകത്താണ് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. എൻ്റെ അസുഖം കൂട്ടാൻ വേണ്ടി കാരണമായി. കാരണം രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ കാല് തണുത്താണ് ഇരുന്നത്.
മനസ്സിലായോ? അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. അത് ഞാൻ ഓവർകം ചെയ്തെങ്കിലും അത് എൻ്റെ ഒരു എക്സ്പെഡീഷനെ മുഴുവനായിട്ടും ബാധിച്ചു. ആ ഒരു രാത്രിയിൽ യൂറിൻ്റെ ബോട്ടിൽ കമന്നത് എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇരുട്ടാണ്, നമ്മൾ സ്ഥലമില്ല. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷേ അതങ്ങനെ സംഭവിച്ചു. അപ്പം അങ്ങനെ അത് എൻ്റെ ചുമ വേറെ ലെവലിലേക്ക് അത് എത്തിക്കാം. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതുമില്ല, മാത്രമല്ല തണുത്ത കാലിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം ഞങ്ങൾ ക്യാമ്പ് 2 പോവുകയാണ്. ക്യാമ്പ് 2 ഏകദേശം 6,800 മീറ്ററാണ് ക്യാമ്പ് 2. അവിടെ പോയിട്ട് 2 ദിവസം താമസിക്കണം. അവിടെ പോയി 2 ദിവസം താമസിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുവെള്ളമൊക്കെ കിട്ടും, ചെറിയൊരു കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തെ എൻ്റെ ചുമ കനക്കാൻ തുടങ്ങി. ക്യാമ്പ് 2 ക്യാമ്പ് 2 എൻ്റെ ചുമ കനത്തു. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഡോക്ടറും വരും ക്യാമ്പ് 2 വരെ, ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഡോക്ടറും കൂടെ വരും. അപ്പോൾ അങ്ങേര് ഇതുപോലെ അസുഖമുള്ളവരെ സ്പോട്ട് ചെയ്തിട്ട് അവരുടെ അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. അങ്ങേര് കിച്ചണിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഡോക്ടർ നോക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ കിച്ചൺ കുറച്ച് ചൂടുള്ള സ്ഥലമാണല്ലോ. ഡ്രസ്സൊക്കെ ഊരി അദ്ദേഹം എൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ലങ്സിനകത്ത് വെള്ളം കെട്ടിയിട്ടുണ്ട്, പൾമിനറി എഡീമയാണ്, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങേര് കമ്പനിയോട് പറഞ്ഞിട്ട് ഇനി മേളിലോട്ട് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ക്ഷീണിതനായി, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എവറസ്റ്റിൽ പോയി ഒരു 35 ഡേയ്സിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമ്പനി എന്നോട് പറഞ്ഞു, നീ എക്സ്പെഡീഷൻ ക്യാൻസലാക്കി തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഭയങ്കര നിരാശനായി. കാരണം 45 ലക്ഷം രൂപയും പോകുന്നു, നമ്മുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം എന്നുള്ള വർഷവും പോകുന്നു. അപ്പം എനിക്ക് എൻ്റെ കഴിവുകേട് കൊണ്ടാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഒരു സാഹചര്യം എന്നെ ഒരു രോഗിയാക്കി മാറ്റി. എവറസ്റ്റിൽ പോകുന്ന പലർക്കും ഇതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളവർക്ക് വരുന്നൊരു അസുഖങ്ങളാണ് ഈ വന്നിരിക്കുന്നത്, എനിക്കറിയാം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് മരുന്നെടുത്ത് കുത്താനൊന്നും പോകത്തില്ല, കാരണം ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കമ്പനി എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാതെ 3440 മീറ്ററിൽ നാംചെ ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വന്ന് ഒരാഴ്ച അവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ താമസിച്ചു. അസുഖം വലുതായിട്ട് കുറഞ്ഞില്ല, പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടിയ ഒരു സമയമായിരുന്നു മൊണാസ്ട്രിയിൽ താമസിച്ച സമയം. അങ്ങനെ ഞാൻ അവിടുന്ന് റിക്കവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഗ്രാമത്തിലൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് പറഞ്ഞിട്ട് കമ്പനിയുടെ മുതലാളിയെ വിളിച്ച് പറയണം, അയാൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേറെ ഒരുപാട് സ്റ്റോറീസിനകത്തുണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പല രാജ്യക്കാരുണ്ട്. അപ്പം ഒരു ഫ്രണ്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അമേരിക്കക്കാരൻ ഫ്രണ്ട് അയക്കുന്നുണ്ട്. കാരണം വെതർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകും ബേസ് ക്യാമ്പിൽ നിന്ന്. അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ല, അവരുടെ കൂടെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല, കാരണം കമ്പനി എന്നെ കൈവിട്ടു. അപ്പോൾ ഇനി തിരിച്ച് ഈ നാംചെ ബസാറിൽ നിന്ന് തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തണമെങ്കിലും ഈ ഡോക്ടർ പെർമിഷൻ വേണം, ഞാൻ ഒറ്റയ്ക്ക് പോകണം. നല്ല ദൂരമുണ്ട്, 3 ദിവസം നടക്കണം. അപ്പം ആ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ട വന്നു. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്യിപ്പിച്ച് മേളിലോട്ട് വരുവാണെന്ന് പറഞ്ഞ് ഈ നാംചെ ബസാറിൽ നിന്ന് 3 ദിവസമുള്ളത് 2 ദിവസം കൊണ്ട് ഓടി ഞാൻ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിൽ ഞാൻ വീണ്ടും തിരിച്ചെത്തിയപ്പോഴത്തേന് അന്ന് രാത്രി, ഞാൻ എത്തിയ ദിവസം അന്ന് രാത്രി ഞങ്ങളുടെ ടീമുകൾ മുകളിലേക്ക് പോവുക. ഞാനീ പറഞ്ഞില്ല, ഈ റൊട്ടേഷനും ബാക്കി ക്ലൈം എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോവുക. അപ്പോൾ ഞാൻ കമ്പനിയുടെ മുതലാളി എന്നെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു. നീ പോയി കഴിഞ്ഞാൽ നീ തട്ടിപ്പോവും, നീ അങ്ങനെ ചെയ്യരുത്, പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തു, എനിക്ക് പോയാൽ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അവസാനം അദ്ദേഹം സമ്മതിച്ച് ടീമിൻ്റെ കൂടെ മുകളിലേക്ക് വിട്ടു.